ESPN ക്രിക്കറ്റ് ഫോയിൽ IPL-ലുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ചില റീലുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിലൊരു റീൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെയുള്ളതായിരുന്നു: IPL-ലെ ഏറ്റവും മികച്ച പേസ് ഡ്യോ ആരൊക്കെയാണ്? അതായത് IPL-ലെ ഏറ്റവും മികച്ച പേസ് ബോളർമാർ, രണ്ടുപേർ ചേർന്നുള്ള പേസ് ദ്വന്ദ്ങ്ങൾ ആരൊക്കെയാണ്? ആ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താവ് രണ്ട് ഓപ്ഷൻ കൊടുക്കുന്നു. അതിൽ ഒന്ന് ഭുവനേശ്വർ കുമാറും ഹേസിൽവുഡുമാണ്. ഹേസിൽവുഡിനേക്കാളും അല്ലെങ്കിൽ ഭുവി ഹേസിൽവുഡ് സഖ്യത്തെക്കാളും മികച്ച പേസർമാർ ആരാണ് IPL-ൽ എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പലരും ഇരിക്കുന്നുണ്ട്, 4-5 പേർ ഇരിക്കുന്നുണ്ട്. അതിൽ ആരോൺ ഫിഞ്ചും, ഒരു കാലത്തെ ഓസ്ട്രേലിയൻ ടീമിന്റെ നായകനായ ആരോൺ ഫിഞ്ചും, ഒരു കാലത്ത് CSKയുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും മുംബൈ ഇന്ത്യൻസിന്റെയും ഒക്കെ പ്രധാന താരമായിരുന്ന അമ്പാട്ടി റായുഡുവും ഒക്കെ ഇരിപ്പുണ്ട്. പല ചോദ്യങ്ങളും ചോദിക്കുന്നു. മോഹിത് ശർമ്മ ഷമി സഖ്യം, അതുപോലെ തന്നെ ആൽബി മോർക്കൽ ഡ്വൈൻ ബ്രാവോ സഖ്യം, മലിംഗ ട്രെന്റ് ബോൾട്ട് സഖ്യം, അങ്ങനെ ഒരുപാട് പേരുടെ പേര് ചോദിക്കുന്നു. പക്ഷേ അപ്പോഴൊന്നും ആരും ആ റൂം വിട്ടു പോകുന്നില്ല. അതായത് ആ മത്സരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് ഇവരെക്കാൾ മികച്ച, ഭുവിയേക്കാളും അതുപോലെ ഹേസിൽവുഡിനേക്കാളും മികച്ച പേസ് ജോഡി, അതിനേക്കാൾ മികച്ച പേസ് ജോഡി അവരുടെ ആരെങ്കിലും പേര് പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ മുറിയിൽ നിന്നും പുറത്തു പോവുക എന്നതാണ് ആ ഒരു ടാസ്ക്. അതായത് മറ്റു പലരുടെയും പേരുകൾ പറഞ്ഞിട്ടും ഇവരൊക്കെയും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്: IPL-ലെ ഏറ്റവും മികച്ച പേസ് ജോഡികളിൽ ഏറ്റവും പ്രധാനം ഭുവനേശ്വർ കുമാർ പ്ലസ് ഹേസിൽവുഡ് സഖ്യമാണ്. അവരെക്കാൾ മികച്ചവരായി അവർ കാണുന്നത് ഒരുപാട് പേരുടെ പേരുകൾ പറയുന്നു, ഒരുപാട് ജോഡികളുടെ പേര് പറയുന്നു. അതിൽ അവസാനം മലിംഗ മിച്ചൽ ജോൺസൺ എന്ന 2015-16 കാലഘട്ടത്തിലെ മുംബൈ ഇന്ത്യൻസിന്റെ ജോഡിയെയാണ് അവരൊക്കെയും ഏറ്റവും ഒന്നാമതായി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ മുമ്പ് മറ്റു പലരെക്കാളും ഏറ്റവും മുന്നിൽ ഇവർ, അതായത് ആരോൺ ഫിഞ്ചും അമ്പാട്ടി റായുഡുവും ഒക്കെ അടക്കമുള്ള ആ ഒരു ക്രിക്കറ്റ് പാനലിസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത് ഭുവി ഹേസിൽവുഡ് സഖ്യത്തെയാണ് ഏറ്റവും മികച്ച IPL-ലെ പേസ് ജോഡികളായി. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ, ഡൽഹി വേഴ്സസ് RCB മത്സരത്തിലേക്ക് വരുമ്പോൾ, ആദ്യ 6 ഓവറിൽ തന്നെ അവർ എത്രത്തോളം അപകടകാരികളാണ് എന്ന് തെളിയിക്കുന്ന പന്തുകളായിരുന്നു നമ്മൾ കണ്ടത്. ശരിക്കും 6 ഓവറിനുള്ളിൽ തന്നെ ഡൽഹിയെ എറിഞ്ഞൊതുക്കുകയായിരുന്നു ഭുവി ഹേസിൽവുഡ് സഖ്യം. ഡൽഹി 75 റൺസിനാണ് ഓൾ ഔട്ടായത്. അതായത് പവർ പ്ലേ സമാപിക്കുന്നതിന് മുമ്പ് തന്നെ ഹേസിൽവുഡും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാറും ചേർന്ന് 6 വിക്കറ്റുകൾ 8 റൺസിനിടെ ഡൽഹിയുടേത് വീഴ്ത്തിയിരുന്നു. അതായത് 75 റൺസിന് ഓൾ ഔട്ടായ ഇതേ ടീം തന്നെയാണ് 2 ദിവസം മുമ്പ് 265 റൺസ് എന്ന IPL-ലെ ഏറ്റവും ഉയർന്ന സ്കോറുകളിൽ ഒന്ന് കുറിച്ചത്. KL രാഹുലിന്റെ 152 റൺസ് പ്രകടനം നമ്മൾ 2 ദിവസം മുമ്പാണ് നമ്മൾ കണ്ടത്. ആ 2 ദിവസത്തിന് ശേഷം RCB-ക്കെതിരെ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഡൽഹി അവരുടെ ബാറ്റിംഗ് മറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 6 വിക്കറ്റുകൾ ഭുവി ഹേസിൽവുഡ് സഖ്യം എറിഞ്ഞിടുന്ന കാഴ്ച. ഇതിൽ ഏറ്റവും പ്രധാനം ഭുവനേശ്വർ കുമാറിന്റെ പന്തുകൾ തന്നെയാണ്. നമുക്കറിയാം, വീര്യം കൂടുന്നതിനനുസരിച്ച് വീഞ്ഞായി മാറുന്ന ഒരു താരമായി ഭുവനേശ്വർ കുമാറിനെ എണ്ണാമെന്ന് തോന്നുന്നു. ഇതിൽ ആദ്യ ഓവർ എറിഞ്ഞ് ഭുവനേശ്വർ കുമാറിന്റെ രണ്ടാമത്തെ പന്ത് സാഹിലിന്റെ വിക്കറ്റ് തെറിപ്പിച്ച ആ ഒരു പന്ത്, അതൊരു മികച്ച യോർക്കറായിരുന്നു, ഒരു അൺപ്ലേയബിൾ ഡെലിവറി ആയിരുന്നു. ആ പന്തുകൾക്ക് ശേഷം പിന്നീട് ഹേസിൽവുഡിന്റെ ഓവർ വരുന്നു, ഭുവനേശ്വർ കുമാറിന്റെ ഓവറുകൾ വരുന്നു. ഓരോരോ വിക്കറ്റുകളും ഓരോ ഓവറിൽ, അല്ലെങ്കിൽ ഒരു ഓവറിൽ 2 വിക്കറ്റ് വെച്ചുകൊണ്ട് വീഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീടുള്ള 6 ഓവറുകളിൽ നമ്മൾ കണ്ടത്. ഈ 6 ഓവറിനുള്ളിൽ തന്നെ ഡൽഹി ഏതാണ്ട് തീർന്നിരുന്നു എന്ന് വേണം കരുതാൻ. ഏറ്റവും പ്രധാനം ഭുവനേശ്വർ കുമാറിനെ കുറിച്ച് എടുത്തു പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഭുവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എത്രയോ കാലം ഇന്ത്യൻ ടീമിന്റെ കുന്തമുനിയായ പേസ് ബോളറായിരുന്നു ഭുവനേശ്വർ കുമാർ. ഭുവനേശ്വർ കുമാറിനെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു ചൊല്ലുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ. അദ്ദേഹം ക്യാപ്റ്റനോട് എനിക്കൊരു സ്ലിപ്പ് വേണം എന്ന് പറയുകയാണെങ്കിൽ ആ സ്ലിപ്പ് അങ്ങ് കൊടുത്തേക്കണം. കൃത്യമായും സ്ലിപ്പിൽ അദ്ദേഹത്തിന്റെ പന്തുകൾ, സ്വിങ് ചെയ്തെത്തുന്ന പന്തുകൾ എഡ്ജ് ചെയ്തിച്ച്, ബാറ്റ്സ്മാന്റെ എഡ്ജ് ചെയ്യിച്ചുകൊണ്ട് സ്ലിപ്പിലെ ഫീൽഡറുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ഒരു മാന്ത്രികൻ തന്നെയാണ് ഭുവനേശ്വർ കുമാർ. ഈ മത്സരത്തിൽ നമ്മൾ സ്റ്റെപ്സിന്റെ വിക്കറ്റ് എടുത്ത ആ പന്തുകളൊക്കെയും അതിന് ഉദാഹരണങ്ങളാണ്. നമുക്കറിയാം, ഭുവനേശ്വർ കുമാർ സച്ചിൻ ടെണ്ടുൽക്കറുടെ വിക്കറ്റ്, രഞ്ജി ട്രോഫിയിൽ സച്ചിൻ ഒരുപാട് മത്സരങ്ങളിൽ ഒരുപാട് റൺസ് മല താണ്ടിയ താരമാണ്. സച്ചിനാണ് ഒരുവിധം ലോക ക്രിക്കറ്റിലെ ബാറ്റിങ്ങിന്റെയും റൺസിന്റെയും ഒക്കെ റെക്കോർഡ് സച്ചിന്റെ പേരിലാണ്. പക്ഷേ അതേ സച്ചിൻ ടെണ്ടുൽക്കറെ രഞ്ജി ട്രോഫിയിൽ 0-ന് പുറത്താക്കിയ താരമായിരുന്നു ഭുവനേശ്വർ കുമാർ. സച്ചിന്റെ പ്രൈം കാലഘട്ടത്തിൽ യങ്സ്റ്ററായി ടീമിലെത്തിയ ഭുവനേശ്വർ കുമാർ അന്ന് സച്ചിന്റെ വിക്കറ്റ് തെറിപ്പിച്ച ഒരു പന്തുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത്. സച്ചിന്റെ വിക്കറ്റ് എടുത്ത ആ പന്ത് എന്നതിനൊപ്പം തന്നെ ആ പന്തെറിഞ്ഞ ഭുവനേശ്വർ കുമാറും ആ സമയത്ത് മാധ്യമ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയുണ്ടായി. ഇന്ത്യൻ ടീമിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം പാകിസ്ഥാനെതിരെയായിരുന്നു.
പാകിസ്ഥാനെതിരെയുള്ള അരങ്ങേറ്റ മത്സരത്തിൽ പാകിസ്ഥാന്റെ താരമായ മുഹമ്മദ് ഹഫീസിന്റെ വിക്കറ്റ് എടുത്ത ഒരു പന്തുണ്ടായിരുന്നു, ഒരു അൺപ്ലേയബിൾ ഡെലിവറി. അതായത് പന്ത് കുത്തിയതിനു ശേഷം ഷാർപ്പായി ഇൻസിംഗായി വിക്കറ്റിലേക്ക് എത്തിയ ആ പന്ത്, ആ സമയത്ത് മുഹമ്മദ് ഹഫീസ് ലീവ് ചെയ്യുന്നു. അദ്ദേഹം ഒരിക്കലും മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ആ പന്ത് വിക്കറ്റിലേക്ക് എത്തുമെന്ന്. പക്ഷേ ആ പന്ത് വെയിലും കൊണ്ട് പോകുന്ന കാഴ്ചയാണ് അന്ന് നമ്മൾ കണ്ടത്. അതോടുകൂടി ഭുവനേശ്വർ കുമാർ എന്ന സ്വിംഗ് കിങ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉദയമെടുക്കുകയായിരുന്നു. പിന്നീടുള്ള ഒരുപാട് മത്സരങ്ങൾ നമുക്കറിയാം, ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൻ്റെയും ഏകദിന ടീമിൻ്റെയും അതുപോലെ തന്നെ T20 ടീമിൻ്റെയും കുന്തമുനയായി ഭുവനേശ്വർ കുമാർ മാറിയ കാഴ്ച നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. ബുംറ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാന ബോളറായി അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പന്തുകൾ, അദ്ദേഹത്തിൻ്റെ സ്വിങ് ചെയ്തെത്തുന്ന പന്തുകൾ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വിദേശ പിച്ചുകളിലടക്കം ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച പന്തുകളായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് പരിക്ക് അലട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോഴും അദ്ദേഹം IPL-ൽ നമുക്കറിയാം ഏറ്റവും മികച്ച ഒരു ബോളറായി മാറുകയായിരുന്നു. ഈ IPL-ൽ തന്നെ അദ്ദേഹം ഏറ്റവും വേഗത്തിൽ 200 വിക്കറ്റ് തികച്ച പേസ് ബോളറായി മാറുകയും ചെയ്തു. നമുക്കറിയാം IPL-ലേക്ക് വരുമ്പോൾ നമ്മൾ പേസർമാരുടെ മുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാറുള്ള മുഖങ്ങളിലൊന്ന് ലസിത് മലിംഗയാണ്, അതുപോലെ ജസ്പ്രീത് ബുംറയാണ്, മറ്റുള്ളവരൊക്കെയാണ്. പലപ്പോഴും ഭുവനേശ്വർ കുമാർ അദ്ദേഹത്തിന് അർഹിച്ച പ്രശംസ കിട്ടാറില്ല. പക്ഷേ ബുംറയെക്കാളും അതുപോലെ തന്നെ മലിംഗയെക്കാളും വേഗത്തിൽ IPL-ൽ 200 വിക്കറ്റ് തികച്ച ബോളറായി, പേസ് ബോളറായി ഭുവനേശ്വർ കുമാർ മാറിയത് ഈ IPL-ലാണ്. നമുക്കറിയാം 2016-17 കാലഘട്ടം എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലിയുടെ പ്രൈം കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും തോരാതെ പറയാറുണ്ട്. അദ്ദേഹം ആ സമയത്ത് 973 റൺസൊക്കെ ഒരൊറ്റ IPL സീസണിൽ വിരാട് കോഹ്ലി എടുത്തു കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മൾ പറയാതെ പോകുന്ന ഒരു താരം കൂടിയാണ് ആ സമയത്തെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറായ ഭുവനേശ്വർ കുമാർ. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിച്ചിരുന്ന കാലത്ത് തുടർച്ചയായി 2 പ്രാവശ്യം പർപ്പിൾ ക്യാപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമായി ഭുവനേശ്വർ കുമാർ മാറിയിരുന്നു. അതിനുശേഷം അദ്ദേഹം സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നും RCB-യിലേക്ക് മാറുന്നു. RCB-യിലും കഴിഞ്ഞ ഈ സീസണിലടക്കം അദ്ദേഹം ഏറ്റവും മികച്ച വേഗതയിൽ പന്തെറിയുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വിങ്ങിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിൽ അദ്ദേഹം പന്തെറിയുന്നു. അതിനൊപ്പം വിക്കറ്റുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു ബോളറായി ഭുവനേശ്വർ കുമാർ ഇപ്പോഴും ഈ 36-ാമത്തെ വയസ്സിലും നിറഞ്ഞ് നിൽപ്പുണ്ട്. നമുക്കറിയാം ആശിഷ് നെഹ്റ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് T20 ടീമിൽ സജീവമായിരുന്നു. 36-37 വയസ്സുള്ള സമയത്ത് ആശിഷ് നെഹ്റ T20 ടീമിൽ സജീവമായിരുന്നു. ഭുവനേശ്വർ കുമാറിനെയും അങ്ങനെ പരീക്ഷിക്കാവുന്ന ഒരു താരം തന്നെയാണ്. ഇന്ത്യൻ ടീമിലേക്ക് ഒരു തിരിച്ചുവരവ്, അറ്റ്ലീസ്റ്റ് T20 ടീമിലേക്കെങ്കിലും ഒരു തിരിച്ചുവരവ് അയാൾ അർഹിക്കുന്നുണ്ട്. ഭുവനേശ്വർ കുമാറിനെ കുറിച്ച് പറയുമ്പോൾ വലിയ ഹൈപ്പോ ആരവങ്ങളോ അല്ലെങ്കിൽ അമിത ആഘോഷ പ്രകടനങ്ങളോ ഒന്നും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കാണാറില്ല. അദ്ദേഹം പന്ത് ചെയ്യുന്നു, വിക്കറ്റ് എടുക്കുന്നു, അമിത ആഹ്ലാദ പ്രകടനങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു എന്ന രീതിയിലാണ് പലപ്പോഴും ഗ്രൗണ്ടിലെ ഭുവനേശ്വർ കുമാറിനെ നമ്മൾ കാണാറുള്ളത്. അങ്ങനെയുള്ള ഭുവനേശ്വർ കുമാറിന്റെ മാജിക് ഇപ്പോഴും IPL-ൽ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനകം തന്നെ ഭുവനേശ്വർ കുമാർ 8 മത്സരങ്ങളിൽ നിന്നും 14 വിക്കറ്റുകൾ നേടിക്കൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മുമ്പ് 2016-17 കാലഘട്ടത്തിൽ പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആയിരുന്നു. അതേ പർപ്പിൾ ക്യാപ്പ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ തലയിലുണ്ട്. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ഈ IPL-ൽ നേടിയിട്ടുള്ളതും ഭുവനേശ്വർ കുമാറാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബോളിംഗ് സ്ട്രൈക്ക് റേറ്റും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ എക്കണോമി വെറും 7-ന്റെയും 8-ന്റെയും ഇടക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ എക്കണോമി ഉള്ളത്. ഒരു IPL മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഒരു T20 മത്സരത്തിൽ ഈ ഒരു എക്കണോമി എന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ച എക്കണോമി തന്നെയാണ്. അങ്ങനെ ഒരു എക്കണോമിയിൽ പന്തെറിഞ്ഞുകൊണ്ട് ഇപ്പോഴും ബാറ്റർമാരെ കുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഭുവി എന്ന ഭുവനേശ്വർ കുമാർ.